അമ്മ അവർ വന്നെന്ന് തോന്നുന്നു. അച്ഛനവിടെ പോയി? അച്ഛൻ ഫ്രഷ് ആവുകയാണല്ലോ. നീ പോയി കതക് തുറന്നു കൊടുക്കാം. ആ ശരി. സായി എവിടെ? അവള് റൂമിൽ കാണുമല്ലോ. അവള് റൂമൊക്കെ സെറ്റാക്കുവാന്ന് തോന്നുന്നു. ഹായ് ആൻറ്റി. എന്താ വായിച്ചു? നീ അങ്കിളിനെ കണ്ടില്ലേ? എൻ്റെ അങ്കിളെ ഞാൻ എല്ലാവരെയും കണ്ടു. എല്ലാവരും അകത്തോട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ശരി ശരി, വാ. ഏട്ടത്തിക്ക് സുഖമല്ലേ? അല്ല, ഇവരെവിടെ? നീനും ദച്ചുമൊക്കെ വന്നിട്ടില്ലേ? എവിടെ വരാൻ? ഫോൺ വിളിച്ചിട്ട് തന്നെ എടുക്കണില്ല രണ്ടും. അപ്പോഴല്ലേ. നിങ്ങൾ ഫ്രഷായിട്ടും ഒന്ന് ചായ കുടിക്കും, ബാക്കി പിന്നെ സംസാരിക്കാം. ഏട്ടനിപ്പം വരും ഫ്രഷായിട്ടും. നിങ്ങളെപ്പോഴെത്തിയ? ഞാൻ ഫ്രഷ് ആവുമായിരുന്നു, അതാ. ഏട്ടാ, ഞങ്ങൾ കുറച്ച് മുന്നേ എത്തിയ. അല്ല, സായിമോളെവിടെ? അവളെ കണ്ടിട്ടില്ലല്ലോ. വന്നിട്ട് കുറേ നേരം അവളെ കണ്ടിട്ടേ ഇല്ല. ആൻറ്റി, ഞാനിവിടെ ഉണ്ട്. ഞാൻ വന്നു. സുഖമല്ലേ എല്ലാവർക്കും? ഏട്ടന്മാരെന്താ ഒന്നും മിണ്ടാത്തെ? എല്ലാവർക്കും സുഖമാണ്. നിനക്കും സുഖമല്ലേ? പിന്നെ ഞങ്ങളിപ്പോൾ എന്ത് മിണ്ടാനാ? അച്ഛനൊക്കെ സംസാരിക്കുമല്ലേ? എന്നാൽ നിങ്ങളെല്ലാവരും സംസാരിക്കും. ഞാൻ കിച്ചണിലേക്ക് പോട്ടെ, കുറച്ച് പണിയുണ്ട്. എന്നിടത്ത് ഞങ്ങളും കിച്ചണിലേക്കുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി സെറ്റാക്കാം എല്ലാ കാര്യങ്ങളും. ഏട്ടനൊക്കെ സംസാരിച്ചിരിക്കട്ടെ. എന്നേട്ടന്മാർ വാ, എടുത്തി വാ, ഞാൻ റൂം കാണിച്ചു തരാം. എന്താ ചേച്ചി, എന്നെ കണ്ടില്ലേ? എനിക്ക് റൂമൊന്നും കാണിച്ചു തരുന്നില്ലേ? ഞാൻ കുറേ നേരമാണ്, എന്നെ ആരും ചോദിച്ചിട്ട് കൂടിയില്ല. അപ്പോൾ എന്നെ ആരും വേണ്ടി ചെയ്യാനല്ലേ? ഇന്ന് എല്ലാവരും കണ്ടു. നീ ഫ്രഷായിട്ടൊക്കെ വാ, എന്നിട്ട് സംസാരിക്കട്ടോ. ഈ പെണ്ണിനെ കൊണ്ട് നമുക്ക് എന്നിട്ട് എല്ലാവർക്കും കൂടി പൊളിക്കാം. ഇനി അവരെ വിളിച്ച് നോക്കണം. ഓ ശരി ചേച്ചി കുട്ടിയെ, എന്നാ ഞാൻ പോവാം. റൂം കാണിച്ചതാ, വേമ്പ വേമ്പ. എടി കായു, പതിയപ്പോ. വായിച്ചു ദച്ചു, നീനും എപ്പോഴാ വരാന്ന് അവര് പറഞ്ഞേ? എൻ്റെ ഏട്ടാ, നേരത്തെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? കോൾ എടുക്കണില്ല. ഇനി എപ്പം വരുമെന്ന് ആർക്കും അറിയില്ല. അവരൊക്കെ ചെറ്റയല്ല മാനവേട്ടാ. കുറേയല്ല അവരെ കണ്ടിട്ടാ. ഈ ആകാശേട്ടൻ എന്തൊന്നും മിണ്ടാതെ? ഞാൻ കുറേ ശ്രദ്ധിക്കണം. ഒന്നുമില്ല, നിങ്ങൾ സംസാരിക്കുമല്ലേ, അതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനാ കയറി വെറുതെ സംസാരിക്കുന്നു കരുതി, അതാ. ഇവിടെ സംസാരിച്ചിരുന്നു. റൂം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് സംസാരിക്കുക. അന്ന് റൂം കാണിച്ചു കൊടുക്കും. എടാ ഉണ്ണി, കല്ലു വരാൻ പറഞ്ഞിട്ട് ഇവിടെ കുറേ നേരമായി അവൾ വെയിറ്റ് ചെയ്യുന്നു, വന്നിട്ടില്ലല്ലോ. അതച്ചാ, ഞാൻ പറയാൻ വിട്ടുപോയി. കല്ലു ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ആരും അവൾക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാൻ പറ്റുമോന്ന്. അപ്പോൾ കുറച്ച് വൈകുന്ന പറഞ്ഞു. ഇപ്പം വരാമെന്ന് പറഞ്ഞേ. സച്ചും കണ്ടനെ ഇവിടെ എന്നോ അവർ റൂമിലാന്ന് തോന്നുന്നു. കാശിയേട്ടനാ പറഞ്ഞേ, അവരെന്തോ കേസിൻ്റെ കാര്യം സംസാരിക്കുവാന്ന് രണ്ടും കൂടെ. അതെ, അച്ഛനും മോനും സംസാരിച്ചത് മതി. ഒന്ന് ചായ കുടിച്ചിട്ടും ബാക്കി പണി നോക്കാം. ഓ ശരി എൻ്റെ അമ്മക്കുട്ടിയെ. പിന്നെ അമ്മ കല്യാണം ഡ്രസ്സിൻ്റെ കാര്യം ഞാനത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു നാളെ പോയി വാങ്ങിയാൽ മതിയെന്ന്. ഹലോ, നിങ്ങളിവിടെ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക? ഒന്നുമില്ല കാശിയേട്ട കല്യാണം കാര്യം തന്നെ സംസാരിച്ചു. ഡ്രസ്സിൻ്റെ കാര്യം പറയായിരുന്നു. ഓ അതായിരുന്നു. പിന്നെ അത് നാളെ വാങ്ങാനല്ലേ പറഞ്ഞേ? അതെ, അത് നാളെ പോയി വാങ്ങാനാണ് പറഞ്ഞത്. പിന്നെ ആരുമോളും ചാരും വന്നാലല്ലേ ബാക്കി കാര്യം പറയാൻ പറ്റും. അവർക്ക് ഇനി ഇത് ഡ്രസ്സിൻ്റെ കളറ് വേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവർ വന്നാൽ അവർക്കുള്ള ഡ്രസ്സിൻ്റെ കാര്യം സെറ്റാക്കാൻ പറ്റും. പിന്നെ ആയുവിൻ്റെയും
കണ്ണൻ്റെയും സച്ചിൻ്റെയും ഡ്രസ്സിൻ്റെ കാര്യം അവർ സെറ്റാക്കാമെന്ന് പറഞ്ഞു. അത് അവർ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. പിന്നെ മകിയേട്ടൻ്റെ കാര്യം മകിയേട്ടനും സെറ്റാക്കാമെന്ന് പറഞ്ഞു. മകിയേട്ടനും ഞാനും സെറ്റാക്കിക്കോളാം. അപ്പോൾ അമ്മ നമുക്ക് നാളെ പോയി ഡ്രസ്സിൻ്റെ കാര്യം സെറ്റാക്കല്ലേ? ഫുഡിൻ്റെ കാര്യം എന്താ സച്ചു നോക്കാമെന്ന് പറഞ്ഞു. അവ നോക്കിക്കോളും. എന്നാൽ നമുക്ക് നാളെ ഷോപ്പിംഗ് ഒക്കെ നടത്താം. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. പ്രതാപേട്ട അവർ വന്നെന്ന് തോന്നുന്നു. ഏട്ടത്തി സുഖമല്ലേ? ഏട്ടാ സുഖമല്ലേ ഏട്ടാ? ആടിയല്ലോ, സുഖമായിരിക്കണം. നല്ല വൈഷവും മക്കളൊക്കെ ഇവിടെ. ലച്ചമ്മ ഞാനിവിടെ ഉണ്ട്. ആ വയാടി, നിനക്ക് സുഖമല്ലേ? എനിക്ക് സുഖം. ലച്ചമ്മയ്ക്ക് സുഖമല്ലേ? അതെ ആരോ, നീ ഞങ്ങളെയൊന്നും കണ്ടില്ലേ? ഞങ്ങളെയൊന്നും വേണ്ടേ അമ്മയെ കിട്ടിയപ്പോൾ? എൻ്റെ ഉണ്ണിയേട്ടാ, കാശിയേട്ടാ, നിങ്ങളെല്ലാവരും എനിക്ക് വേണം. അത് പിന്നെ ലച്ചമ്മയെ കണ്ടപ്പം കുറേ ദിവസമല്ലേ കണ്ടപ്പം, അതാണ്. അങ്കിളെന്താ വേണ്ടതിരിക്കണേ? ഒന്നുമില്ലടി, നീ നിന്റെ ലച്ചമ്മയോട് സംസാരിക്കല്ലേ, അതാണ്. അതെ, നിങ്ങളുടെയൊക്കെ സംസാരം കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് മൈൻഡ് ചെയ്യായിരുന്നു. ആയുടെ വൈശാഖ നീ കയറിയോ? നീ അവിടെ നിന്ന് സംസാരിക്കില്ല. ഓ ഇപ്പെങ്കിലും കയറി വരാൻ പറഞ്ഞല്ലോ. അല്ല ലച്ചമ്മ, കണ്ണേട്ടനും സച്ചേട്ടനൊക്കെ ഇവിടെ പോയി കണ്ടില്ലല്ലോ. ഓ അവർ റൂമിലാന്ന് തോന്നിരി. അവരെന്ത് കേസിൻ്റെ കാര്യം സംസാരിക്കാം, അതുകൊണ്ടാണ് വിളിക്കാത്ത. അതെ, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാൽ മതി. പോയി ഫ്രഷ് ആയിട്ടൊക്കെ വാ. ശരി എന്നാ. വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ കോൾ എടുത്തില്ലേ? എന്നെ കുറേ തവണ വിളിച്ചു, ഞാനും എടുത്തില്ല. വിളിച്ചോണ്ടിരിക്കട്ടെ, കോൾ എടുക്കണ്ട. അവിടെ എത്തിയിട്ട് അറിഞ്ഞാൽ മതി. എന്തായാലും ചേച്ചിമാരെ അച്ഛൻ്റെ ഒക്കെ വിചാരം നമ്മൾ കല്യാണത്തിന് ഉണ്ടാവൂലെന്ന്. എന്തായാലും ഇന്ന് വിളിക്കുമ്പോൾ നിർത്തിട്ട് പറഞ്ഞേക്കാം വരാൻ പറ്റില്ല, പഠിക്കാനൊക്കെ ഉണ്ടെന്ന്. എന്തെങ്കിലും നമുക്ക് പറയാം. എടി നീനു, നാളെ കോളേജിൽ പോയിട്ട് സാറിനോട് പറയണ്ടേ? എന്തായാലും സ്റ്റഡി ലീവാണ്. എന്തായാലും സാറിനോട് പറഞ്ഞേക്കാം. നമ്മളെന്തായാലും 2 വീക്ക് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് അതിൻ്റെ ഇതൊക്കെ ആയിട്ട്. നീ പറഞ്ഞ ശരിയാ, സാറിനൊന്ന് പോയി കണ്ടേക്കാം. പിന്നെ അങ്ങർക്ക് അത് മതി. നിങ്ങളുടെ പ്ലാൻ എന്താ? നിങ്ങളെല്ലാവരും ഉണ്ടാവില്ലേ? പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. പൊളിക്കണ്ടേ? നമുക്ക് നാളെ പോവന്ന. അപ്പോൾ പോയി പഠിക്കാൻ നോക്കെല്ലാവരും. മിണ്ടല്ലേ, ചേച്ചി വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണം പറയണ്ടേ? എടി കുരുപ്പേ, നമുക്ക് കോൾ എടുത്താൽ എന്താ? 2 പേരും കോൾ എടുക്കുന്നില്ല. നിങ്ങളവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓ സോറി ചേച്ചി, കുറച്ച് ബിസി ആയിരുന്നു. അതാണ്, പഠിക്കാനൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു. അതാ കോള് കണ്ടിട്ട് എടുക്കാതിരുന്നേ. അല്ല, നിങ്ങൾ കല്യാണത്തിന് ഉണ്ടാവോ? നിശ്ചയത്തിനോ വന്നിട്ടില്ല, കല്യാണത്തിന് ഉണ്ടാവോ? അച്ഛനാണെങ്കിൽ അത് ചോദിച്ചുകൊണ്ടിരിക്കുക. അയ്യോ ചേച്ചി കുട്ടി, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഇവിടെ ഓരോ പ്രോഗ്രാമിൻ്റെ ഇതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കില്ല. പിന്നെ എക്സാമൊക്കെ അടുത്തില്ലേ, അത് സാറിനോട് ചോദിച്ചു, സാറ് വിട്ടിട്ടില്ല, അതാണ്. അപ്പോൾ കല്യാണത്തിനും ഉണ്ടാവില്ല എന്ന് സാരം. എന്നോട് പറയണ്ട, ചേച്ചീനോട് പറഞ്ഞു നോക്കും. ഇവിടെ എല്ലാവരും നിങ്ങളെ ചോദിക്കും. എന്നാ ഞാൻ പിന്നെ എന്താ ചേച്ചിനെ കുറച്ച് വിളിച്ചോളാം, എന്നിട്ട് പറഞ്ഞു നോക്കാം. പിന്നെ എല്ലാവരും വന്നോ? ആകാശേട്ടനും മാനവേട്ടനും ചേച്ചി വന്നോ? ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, അതാ. അതേടിയും എല്ലാവരും വന്നു. നിങ്ങളെ കുറവ് മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും പൊളിക്കുമ്പോൾ നിങ്ങൾ മാത്രം അവിടെ ഇരുന്നു പഠിച്ചുകൊണ്ടിരിക്കും. സാരമല്ല പോട്ടെ. പിന്നെ നീനു ഇവിടെ? നീനും ഇവിടെ ഉണ്ട്, എല്ലാവരും പഠിക്കാം. പിന്നെ ചേച്ചി വിളിച്ചപ്പോൾ എടുത്തോന്നില്ലല്ലോ, ഇന്നലൊന്നും കോൾ എടുത്തില്ലല്ലോ, അതുകൊണ്ട് ഈ കാര്യം പറയാന്ന് കരുതി.
എന്നാൽ ശരി, നീ പോയി പഠിച്ചോ. ഞാൻ പോയി നീ ഇപ്പം വിളിച്ച് പറഞ്ഞ കാര്യം പോയി താഴെ പറയട്ടെ. എന്നാ ശരി. പാവം സാവി ചേച്ചി. ലച്ചോ, നീ എന്തിനങ്ങനെ പറഞ്ഞേ? വൈജു ചേച്ചിയോ? വൈജു ചേച്ചിയാണെങ്കിൽ നിനക്ക് നല്ലോണം കിട്ടിയേനെ. ഓ സാരമല്ല, വീട്ടിൽ പോകുമ്പോ കയ്യോടങ്ങ് വാങ്ങാം. വീട്ടിൽ പോകുമ്പോ എന്തായാലും എല്ലാം പഞ്ഞിക്കിടുമെന്ന് ഉറപ്പാ. എന്നാൽ നാളെ നമുക്ക് സാറിന് കണ്ടിട്ടും നേരത്തെ ഇറങ്ങാം. കയ്യോടെല്ലാം വാങ്ങാനുള്ളതല്ലേ. ശരി ശരി. നീനൂസേ, ഇന്ന് പഠിക്കണം. എന്തായാലും നാളെ നമ്മൾ വീട്ടിൽ പോവല്ലേ. അല്ലെങ്കിൽ ഇന്ന് പഠിക്കണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്നും വയ്യ. ലച്ചു വാ, നമുക്ക് വല്ലതും കളിക്കാം. നിങ്ങളെല്ലാവരും കളിക്കുമ്പോൾ ഞങ്ങൾ മാത്രം ഇങ്ങനെ. ഞങ്ങളുണ്ട്. ഇന്ന് എന്തായാലും പഠിക്കണ്ട. എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. നീനുനെയും ലച്ചുനെയും നോക്കണ്ട കല്യാണത്തിന്. എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു ലീവൊന്നുമില്ല, എക്സാമൊക്കെ എടുത്തില്ലേ, പഠിക്കാനൊക്കെ ഉണ്ട്, സാറ് വിട്ടില്ല എന്നൊക്കെ. അറിഞ്ഞൂടാ, എന്നോട് അങ്ങനെ വരൂലെന്നും പറഞ്ഞു. അപ്പം അവർ കല്യാണത്തിന് ഉണ്ടാവില്ല. അതുപോട്ടെ, കുഴപ്പമില്ല. എക്സാമൊക്കെ ആയതുകൊണ്ടല്ലേ. എന്നാലും അച്ഛാ, അവരെൻ്റെ കല്യാണത്തിന് വരൂലെന്ന് പറഞ്ഞപ്പം എന്താ പോലെ. ഞാൻ സാറുള്ള അവർ എക്സാം അല്ലേ. അടുത്ത എന്തെങ്കിലും എപ്പോഴെങ്കിലും വരട്ടെ, അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം. മതി സംസാരിച്ചത്. വന്ന് എല്ലാവരും ഫുഡ് കഴിക്കും. നാളെ ഷോപ്പിങ്ങും അതിനെന്തിനൊക്കെ പോകേണ്ടതല്ലേ. അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തേ, നേരത്തെ ഓഡിറ്റോറിയത്തിൻ്റെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റായെന്ന് പറഞ്ഞു. ഫുഡിൻ്റെ കാര്യമൊക്കെ അവർ ശരിയാക്കാമെന്നാണ് പറഞ്ഞത്. ആണോ? എന്നാൽ പിന്നെ അത് അവർ നോക്കട്ടെ. നമുക്ക് നാളെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാവരും നാളെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം ഏതൊക്കെയാണ് വേണ്ടതെന്ന് ഇപ്പം തന്നെ തീരുമാനിക്കണേ. പിന്നെ അവിടെ പോയിട്ട് അത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണം, അത് വേണമെന്നും പറയാൻ നിൽക്കരുത്. പറഞ്ഞാൽ മനസ്സിലായാലോ? ഗായു നിന്നോടാ. ആനവേട്ടനെന്തിനാ എന്നെ നോക്കി പറയണേ? ഞാൻ മാത്രമൊന്നും അല്ല ഇവിടെ എന്താ ഡ്രസ്സ് എടുക്കണേ. എന്താ ചേച്ചിമാരുണ്ട്, ഏട്ടത്തിയുണ്ട്. അതൊക്കെ അവരോടും പറയാം. മനസ്സിലായ? ഓ, ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞത്. പക്ഷെ നിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പേടി. അതാണ്, നീ കടയിൽ കയറിയാൽ പിന്നെ അത് വേണ്ട ഏട്ടാ, ഇത് വേണം ഏട്ടാ, അത് വേണ്ട, ഇത് എന്തൊക്കെയല്ലേ പറയണേ. അതുകൊണ്ട് പറഞ്ഞോന്നേ ഉള്ളൂ. മാനവി, നീ ഒന്ന് നിർത്തും. രണ്ടും ഇങ്ങനെ തുടങ്ങില്ലേ. ഡ്രസ്സിൻ്റെ കാര്യം നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. വന്ന് ഫുഡ് കഴിക്കാം. എനിക്ക് വിശന്നിട്ട് വയ്യ. ഹലോ, നിങ്ങളെപ്പോൾ എത്തി? കുറേ നേരമായി വന്നിട്ട്. കുറച്ച് നേരമായി. നിങ്ങളെന്തോ കേസിൻ്റെ കാര്യം സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാ. റൂമിലേക്ക് പോലും വരാതിരുന്നേ. എന്താ സച്ചുവേട്ടാ, എന്നെ കണ്ടില്ലേ? ഓ, ആയുവേട്ടനെ മതിയല്ലോ, എന്നെ ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ കണ്ണേട്ടനുണ്ട്. എടി വായാടി, ഞാൻ എല്ലാവരെയും ചോദിച്ചേ, നീ കേട്ടില്ലേ? എല്ലാവരും എപ്പോൾ എത്തിയെന്ന് ഞാൻ ചോദിച്ചേ, അല്ലാണ്ട് ഒരാളെയല്ല. മനസ്സിലായോ? ഓ, അല്ലെങ്കിൽ നിനക്ക് എന്നോടൊന്നും ഇതില്ലല്ലോ. നിനക്ക് നിൻ്റെ കണ്ണേട്ടൻ മതിയല്ലോ. അതെ അതെ, എനിക്ക് എൻ്റെ കണ്ണേട്ടൻ മതി. എൻ്റെ സച്ചുവേട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്ക് എൻ്റെ 4 ഏട്ടന്മാരെയും വേണം. ഞാനല്ല, മകേട്ടനൊക്കെ അല്ലേ. അപ്പം എൻ്റെ എല്ലാ ഏട്ടന്മാരും എനിക്ക് വേണം. മതി മതി. അല്ല, ചാരൊന്നും വന്നില്ലേ? അറിഞ്ഞൂടാ, അവർ ഇന്ന് നൈറ്റ് എത്തൂന്നാ പറഞ്ഞേ. ചിലപ്പം വരുമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. പിന്നെ വാ, എല്ലാവർക്കും ഫുഡ് കഴിക്കാം. ടൈം ആയില്ലേ. അവർ ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ടായിരിക്കും വരിക, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല എടുത്തി, ശരത്തേട്ടനൊന്നും വന്നിട്ടില്ലല്ലോ. അവർ വരില്ല ഇനിയും. അവർ വരുവടിയും നാളെ. കാരണം വിവേകിന് ലീവ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ മോർണിംഗ് എത്തുമെന്നാണ് പറഞ്ഞത്. പിന്നെ നീയ, നിൻ്റെ വക്കീൽ ജോലിക്ക് എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല ആൻറ്റി, അങ്ങനെ പോകുന്നു. മതി മതി സംസാരം. ഫുഡ് കഴിക്കെല്ലാവരും. അല്ല കല്ലു, ചൈത്രമോൾക്ക് ഇപ്പം എത്ര മാസമാണെന്ന് പറഞ്ഞേ?
മാസം എന്നാണ് പറഞ്ഞ എടുത്തി. അന്ന് അവർ വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ആ, യാത്രയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ? ആ എടുത്തി, ഇപ്പോൾ യാത്രയ്ക്ക് ചെയ്യാം, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ ആരാ? ആ, ദീപക്കേട്ടനൊക്കെയാന്ന് തോന്നുന്നു. ആൻറ്റി അവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കാം. ഹായ് ചാരു.